ഇവിടെ അല്ലാഹു ജല്ല വഅല നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുദബ്ബിറുൽ ആലമായ കരുണാവാരിധിയായ അല്ലാഹു ജല്ല വഅല പടച്ച തമ്പുരാൻ ആ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത് ഇവിടുത്തെ സുന്നികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ സുബ്ഹിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനി അല്ലെങ്കിൽ അമാതനാ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മുജാഹിദിനെ വർണ്ണിക്കുന്ന ഒരു രസകരമായ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും തക്ബീർ ചെല്ലാൻ തയ്യാറായിക്കോളൂ. ആ വീഡിയോ നമുക്ക് കാണാം. എന്ന് പറഞ്ഞ അള്ളാഹു ഇതൊക്കെ ബാത്റൂമത്തെ ചെറിയ പ്രാഥമിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ പറയുന്നത് അള്ളാഹുവിനോടാണ്. പിന്നെ ഞങ്ങൾ നിസ്കരിക്കാതിരിക്കുകയാണ്, അപ്പോഴും അള്ളാഹുവിനോടാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ നിസ്കാരത്തിലുള്ള മുഴുവൻ നേട്ടവും അള്ളാഹുവിനോടാണ്. സുബ്ഹി നിസ്കാരത്തിലെ 2 റക്അത്തിൽ എത്ര തവണയാണ് റബ്ബി അല്ലാഹുമ്മ റബ്ബന റബ്ബി എത്ര തവണയാണ് ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ അറിയോ? പിന്നെ അത് കഴിഞ്ഞ് സുബ്ഹിയിലെ 2 റക്അത്തിൽ ഇഹ്തിദാലുൽ ഖുനൂത്തിൽ ഞങ്ങൾ ഓതുന്നത് എന്താ? അല്ലാഹുമ്മ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത. അല്ലാഹുവേ നീ ഞങ്ങളെ ഹിദായത്താക്കണേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ, അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ. ഒക്കെ അള്ളാഹുവിനോടാണ്. അങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുജാഹിദിനെ വട്ടം കറക്കുകയാണ് ഉസ്താദ്. കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ സ്വലാത്തും കഴിഞ്ഞാൽ പിന്നെ ദുആ ഉണ്ട്. അതാരോടാ? അല്ലാഹുവേ അല്ലാഹുമ്മ അല്ലാഹുമ്മ റബ്ബനാ അല്ലാഹുമ്മ അല്ലാഹുമ്മ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്ക് എത്ര തവണയാണ് ഇപ്പോ ഞങ്ങൾ അല്ലാഹുവിനോട് വിളിച്ച് ദുആ എടുക്കുന്നത് അറിയോ? അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ദുആ നിസ്കരിക്കുന്നു. ആ ദുആ നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിലും അല്ലാഹുവിനോടാണ്, അത് കഴിഞ്ഞാലും ദുആ അല്ലാഹുവിനോടാണ്. അങ്ങനെ 5 വഖത്ത് നിസ്കാരം, ആ നിസ്കാരത്തിന്റെ ശേഷമുള്ള 5 വഖത്തിന്റെ ശേഷമുള്ള കൂട്ടപ്രാർത്ഥന അതും അല്ലാഹുവിനോടാണ്. ഞങ്ങൾ അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബനാ അല്ലാഹുമ്മ എന്ന് പറയുമ്പോ മുജാഹിദുകൾ എന്താ ചെയ്യുന്നത്? വല്ല കാരണവശാലും ആ പള്ളിയിലോ ഞാൻ അല്ലാത്ത പള്ളിയിലോ വന്നിട്ടുണ്ടെങ്കിൽ മൂടും തട്ടി അവിടെ എഴുതിയിട്ട് പോവുകയാണ്. എന്തിന്? അല്ലാഹുമ്മ റബ്ബന എന്ന. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതുപോലൊരു മറുപടി ഇതുവരെ ഇവർ കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നാണക്കേടായി. ഇനി മുജാഹിദുകൾ ഈ ഒരു പേരും പറഞ്ഞ് ഇനി വരില്ല, അതുറപ്പാണ്. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ തീരെ മുരുമയില്ലാത്തത് കൊണ്ടാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ കുടുംബത്തിൽ അല്ലാഹുവിനോട് പറയുമ്പോൾ അത് വിദഗ്ധമായി പോവാണ്. മുജാഹിദുകളാണോ ഇവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്? അതല്ല ലോകത്തുള്ള സുന്നികളാണോ? ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. ഇനി ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഈ പ്രാർത്ഥന. അത് ആ സമയത്തുള്ള ദുആക്ക് മുജാഹിദിനെ കിട്ടുന്നില്ല. ഇനി അത് കഴിഞ്ഞ് നല്ല ശറഫാക്കപ്പെട്ട രാവുകൾ, വെള്ളിയാഴ്ച രാവുകളിൽ നമ്മൾ ദുആക്കുക, എല്ലാവരും ഒന്ന് വരി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുകയാണ്. എന്നിട്ട് ദുആക്കുകയാണ് അല്ലാഹുമ്മ റബ്ബനാ അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലാഹുവേ റബ്ബേ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ അല്ലാഹ്. ഉസ്താദിന് എവിടുന്നാണ് ഇതുപോലൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നത്? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ അല്ലാഹ്. ഇത്ര കറക്റ്റായിട്ടാണ് ഇതിന് ഉസ്താദ് മറുപടി കൊടുക്കുന്നത്. കുറേ കാലമായി ഇവർ തുടങ്ങിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളെക്കുറിച്ചാണ് ഉസ്താദ് ഇപ്പോൾ വിവരിച്ചത്. എങ്ങനെയുണ്ട്? ഭയങ്കര രസമാക്കിയിട്ടുണ്ട്. നമ്മളെ ചാനലിലും ഇരിക്കട്ടെ ഈ ഒരു വീഡിയോ. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തെന്നാലും നമ്മളെ ചാനലിലും ഇരിക്കട്ടെ, എല്ലാവരും കാണട്ടെ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശറഫുള്ള അത്യുത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് നമുക്കൊന്ന് ദുആക്കുക, സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ അല്ലാഹുമ്മ. അത് വിദഗ്ധമാണ്, അത് അനാചാരമാണ്, അരുതരുതേ ചെയ്യരുതേ. മുജാഹിദ് പറഞ്ഞ് പിന്തിരിഞ്ഞു ഓടുകയാണ്. ഈ ജുമാ നിസ്കാരം കഴിഞ്ഞു, ജുമാക്ക് ശേഷം നമ്മളൊന്ന് ദുആക്കുക അല്ലാഹുമ്മ റബ്ബന. പാടില്ല, അരുതരുതേ ചെയ്യരുതേ, അല്ലാഹുവിനെ വിളിച്ച് ദുആക്കരുതേ എന്ന് പറഞ്ഞത് വിദഗ്ധമാണെന്ന് പറഞ്ഞ് ഓടുകയാണ്. ഇങ്ങനെ ശറഫുള്ള രാവുകൾ പരിശുദ്ധ റമദാൻ മാസത്തിൽ 27-ാം രാവ് അല്ലെങ്കിൽ 17-ാം രാവ്, ഇനി 1-ാം രാവ്, 2-ാം രാവ്, 30-ാം ദിവസം വരെയുള്ള ഏത് രാവും അവിടെ കൂടി നമുക്കൊന്ന് ദുആക്കുക അല്ലാഹുവിനോട്. അല്ലാഹുമ്മ റബ്ബന ഒന്ന് നമുക്കെല്ലാവരും കൂടി പടച്ചവരോട് മനസ്സുരുകി ഒന്ന് ദുആക്കാമെന്ന് പറയുമ്പോൾ അത് വിദഗ്ധമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവർ എന്ത് കൊണ്ടാലും ഇവർ പഠിക്കില്ല, അത് ഉറപ്പാണ്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനി ഈ ഒരു ചോദ്യവുമായിട്ട് വരില്ല. അൽഹംദുലില്ലാ, നമ്മുടെ പണ്ഡിതന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ അല്ലാഹ്. അപ്പോൾ അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.